പലപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സൽപ്രവൃത്തികൾ ചെയ്യുക. എന്നാൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നു, എന്നാൽ നമ്മളെക്കൊണ്ട് പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നു. അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിൻ്റെ 3 അവയവങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും സൽപ്രവൃത്തികൾ ചെയ്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതേതാണ് 3 അവയവങ്ങൾ? ഒന്ന്, നമ്മളുടെ കണ്ണുകൊണ്ട് നല്ലത് കാണാൻ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ നല്ലതായി തീരും. സൽപ്രവൃത്തികളിലേക്ക് നമ്മുടെ ശരീരത്തെ അത് നയിക്കും. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നിൻ്റെ കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമുള്ളതായി തീരുമെന്ന്. അപ്പോൾ നല്ലത് കാണാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ആ കാഴ്ച നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശമുള്ളതായി തീരും. രണ്ടാമതായി കേൾവി. നമ്മുടെ കേൾവി നല്ലത് കേൾക്കാനായി പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുക. കാരണം ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവൻ കൂടുതൽ ഭാഗ്യവാനെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? പലപ്പോഴും നമ്മുടെ കേൾവി മോശമായത് പലതും നമ്മൾ കേൾക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ പ്രവൃത്തി മോശമായി തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ കാതുകളെ നല്ലത് കേൾക്കാനായി നമ്മൾ പരിശ്രമിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക. മൂന്നാമത്തെയാണ് നമ്മളുടെ നാവ്. നമ്മുടെ വാക്കുകൾ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നു, അതനുസരിച്ച് അത് നമ്മുടെ പ്രവൃത്തിയെ ബാധിക്കും. അതുകൊണ്ടാണ് നിൻ്റെ വാക്കിനാൽ നീ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കിനാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ സംസാരമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിലും ദുഃഖത്തിലേക്കും നയിക്കുന്നത്. അപ്പോൾ വാക്കുകളെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ പരിശീലിച്ചാൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. 1, കണ്ണുകളെ നല്ലത് കാണാൻ പരിശീലിപ്പിക്കുക. 2, കാതുകളെ നല്ലത് കേൾക്കാനായി പരിശ്രമിക്കുക. 3, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് നമ്മളത് ഉപയോഗിക്കുക. ഈ 3 കാര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ നിയന്ത്രണം പാലിച്ചാൽ നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.